തിരഞ്ഞെടുപ്പെന്ന് പറഞ്ഞാൽ വെറും ജയവും തോൽവി മാത്രമല്ല അല്ലേ? അതിനപ്പുറം ഒരു മണ്ഡലത്തിന്റെ യഥാർത്ഥ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അവിടുത്തെ ജനങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതിലാണ് കാര്യം. ഇന്ന് നമ്മൾ ആലത്തൂരിലേക്കൊന്ന് ആഴത്തിൽ ഇറങ്ങി ചെല്ലുകയാണ്. ഇത് വെറും കണക്കുകളുടെ ഒരു കളിയല്ല, മറിച്ച് അവിടുത്തെ ജനങ്ങളുടെ ജീവിതം, അവരുടെ പ്രശ്നങ്ങൾ, പിന്നെ എങ്ങനെ മികച്ച ഭരണം കാഴ്ചവെക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വിശകലനമാണ്. ആലത്തൂരിന്റെ രാഷ്ട്രീയം മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമ്മൾ അവിടുത്തെ മണ്ണിനെ അറിയണം, അവിടുത്തെ മനുഷ്യരെ തൊട്ടറിയണം. ഒരു നഗരസഭയും 13 ഗ്രാമീണ പഞ്ചായത്തുകളും ചേർന്ന ഈ പ്രദേശം, ഇത് ഒരുപാട് ജീവിതങ്ങളുടെയും പ്രതീക്ഷകളുടെയും കഥയാണ് നമ്മളോട് പറയുന്നത്. ഒരു കർഷകന്റെ വിയർപ്പിലും ഒരു ചെറുപ്പക്കാരന്റെ സ്വപ്നത്തിലുമാണ് ഇവിടുത്തെ രാഷ്ട്രീയത്തിന്റെ ദിശ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോ നമ്മൾ എങ്ങനെയാണിത് പരിശോധിക്കാൻ പോകുന്നത്? ആദ്യം ആലത്തൂരിന്റെ ആത്മാവ്, അതായത് അവിടുത്തെ യഥാർത്ഥ ജീവിത സാഹചര്യങ്ങൾ എന്താണെന്ന് നോക്കും. പിന്നെ തെരഞ്ഞെടുപ്പ് കണക്കുകൾ നൽകുന്ന സൂചനകൾ എന്തൊക്കെയാണെന്ന് വിലയിരുത്തും. അതിനുശേഷം ഭരണത്തിൽ എവിടെയാണ് വിള്ളലുകൾ വന്നതെന്ന് നോക്കും. അവസാനം മികച്ച ഭരണത്തിനായുള്ളൊരു രൂപരേഖയും വിജയത്തിലേക്കുള്ള വഴിയും നമ്മൾ ചർച്ച ചെയ്യും. ശരി, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഏതൊരു രാഷ്ട്രീയ വിശകലനവും തുടങ്ങേണ്ടത് ജനങ്ങളിൽ നിന്നാണ്. കാരണം അവരുടെ ദൈനംദിന ജീവിതത്തിലെ പോരാട്ടങ്ങളിലും പ്രതീക്ഷകളിലുമാണ് രാഷ്ട്രീയത്തിന്റെ വേരുകൾ ആഴ്ന്നിറങ്ങിയിരിക്കുന്നത്. നമുക്ക് ആലത്തൂരിലെ സാധാരണക്കാരുടെ ജീവിതത്തിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലാം. ഈ സ്ക്രീനിലെ 2 യാഥാർത്ഥ്യങ്ങൾ ഒന്ന് നോക്കൂ. ഇത് ആലത്തൂരിന്റെ സാമ്പത്തിക അവസ്ഥയുടെ ഒരു നേർചിത്രമാണ്. ഒരു വശത്ത് ഒരു കർഷകൻ 1 കിലോ നെല്ലുണ്ടാക്കാൻ 35 രൂപ ചെലവാക്കുന്നു. പക്ഷെ വിപണിയിൽ നിന്ന് തിരിച്ചു കിട്ടുന്നതോ വെറും 28 രൂപ. ഒന്ന് ആലോചിച്ച് നോക്കൂ. കൃഷി ചെയ്യുന്ന ഓരോ ധാന്യമണിയിലും നഷ്ടം. ഇതാണ് അവിടുത്തെ കാർഷിക സമൂഹത്തിന്റെ അവസ്ഥ. ഇനി മറുവശത്തേക്ക് നോക്കൂ. നല്ല വിദ്യാഭ്യാസം നേടിയ ചെറുപ്പക്കാർ, അവരിൽ ഏകദേശം 30% തൊഴിലില്ല. പ്രതീക്ഷകൾ പതിയെ നിരാശയ്ക്ക് വഴിമാറുകയാണ്. ഈ 2 യാഥാർത്ഥ്യങ്ങളും ചേരുമ്പോൾ അവിടെ രൂപപ്പെടുന്നത് നിശബ്ദമായ ഒരു വലിയ സാമ്പത്തിക സമ്മർദ്ദമാണ്. ഈ സാമ്പത്തിക സമ്മർദ്ദം അവിടെ തീരുന്നില്ല. അത് ജനജീവിതത്തിലെ മറ്റു പ്രശ്നങ്ങളെ കൂടുതൽ വഷളാക്കുകയാണ്. ദേശീയപാത അറ്റകുറ്റപ്പണിക്കിടെ തകരുന്നത് വെറുമൊരു വാർത്തയല്ല, അത് ഭരണസംവിധാനത്തിലുള്ള ജനങ്ങളുടെ വിശ്വാസത്തിനാണ് ഇടിവുതട്ടുന്നത്. തേങ്കുരിശിയിൽ ആനയിറങ്ങുമ്പോൾ ഒരു കർഷകന്റെ അധ്വാനം മാത്രമല്ല ഇല്ലാതാകുന്നത്, ജീവിക്കാനുള്ള അവന്റെ ധൈര്യം കൂടിയാണ്. ക്ഷേമ പദ്ധതികൾ തീർച്ചയായും വേണം, പക്ഷേ അതുമാത്രം പോരാ. അന്തസ്സോടെ ജീവിക്കാനുള്ള സാഹചര്യമൊരുക്കുക എന്നത് ഭരണകൂടത്തിന്റെ അടിസ്ഥാന കടമയാണ്. നമ്മുടെ ഭരണഘടന ഓരോ പൗരനും ഉറപ്പു നൽകുന്നൊരവകാശമാണത്. ജനങ്ങൾക്ക് വേണ്ടത് സഹായമല്ല, അവസരങ്ങളാണ്. അപ്പോ ജനങ്ങളുടെ ഈ അനുഭവങ്ങൾ, ഈ വികാരങ്ങൾ തെരഞ്ഞെടുപ്പ് ഡാറ്റയിൽ എങ്ങനെയാണ് പ്രതിഫലിക്കുന്നത്? നമുക്ക് നോക്കാം. ചില സമയങ്ങളിൽ കണക്കുകൾക്ക് ഒരുപാട് കഥകൾ പറയാൻ സാധിക്കും. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം ശരിക്കും ഒരു കണ്ണാടി പോലെയാണ്. ആലത്തൂരിലെ രാഷ്ട്രീയ ശക്തി എവിടെയാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്ന് അത് നമുക്ക് വളരെ വ്യക്തമായി കാണിച്ചു തരും. നമുക്ക് ആ കണക്കുകളിലേക്ക് ഒന്ന് ആഴത്തിൽ നോക്കാം. ഈ ചാർട്ട് നോക്കൂ, വളരെ വ്യക്തമാണ്. CPIM നേതൃത്വം നൽകുന്ന മുന്നണിക്ക് 55% കൂടുതൽ വോട്ട് വിഹിതമുണ്ട്. ഇത് വളരെ ശക്തമായൊരു ജനപിന്തുണയാണ് കാണിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണി ഏകദേശം 30% വോട്ടുകളുമായി 2ാം സ്ഥാനത്ത് ശക്തമായി തന്നെയുണ്ട്. BJPക്ക് 13.5% വോട്ടുകളും. അപ്പോൾ ഒറ്റനോട്ടത്തിൽ നിലവിലെ ഭരണകക്ഷിക്ക് വ്യക്തമായൊരു ആധിപത്യം ഇവിടെയുണ്ട്. ഈ ഒരു സംഖ്യ ഇതൊന്ന് ഓർത്തുവെക്കണം. 34,118 കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷമാണത്. ഇതൊരു ചെറിയ സംഖ്യയല്ല. രാഷ്ട്രീയമായി പറഞ്ഞാൽ ഇതൊരു വലിയ കോട്ട തന്നെയാണ്. ഈ കോട്ട തകർക്കണമെങ്കിൽ പ്രതിപക്ഷത്തിന് അസാധാരണമായ പ്രവർത്തനം തന്നെ കാഴ്ചവെക്കേണ്ടിവരും. ഇനി ഏതൊരു രാഷ്ട്രീയ തന്ത്രം മെനയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാന കാര്യമുണ്ട്: അവിടുത്തെ സാമൂഹിക ഘടന. ആലത്തൂരിൽ ഏകദേശം 60-65% ഹിന്ദുക്കളും 25-30% മുസ്ലിംകളും പിന്നെ 5-10% ക്രിസ്ത്യാനികളുമാണുള്ളത്. ഇവിടത്തെ രാഷ്ട്രീയപരമായ ചർച്ചകളുടെയും തീരുമാനങ്ങളുടെയും ഒരു അടിസ്ഥാന പശ്ചാത്തലം ഇതാണ്. പക്ഷേ ഈ വലിയ ഭൂരിപക്ഷവും ശക്തമായ അടിത്തറയും എല്ലാം കഥയുടെ ഒരു വശം മാത്രമേ ആകുന്നുള്ളൂ. വെള്ളത്തിനു മുകളിൽ കാണുന്ന ഭാഗം പോലെ അതിനടിയിൽ ചില വിള്ളലുകൾ രൂപപ്പെടുന്നുണ്ട്. ഭരണവിരുദ്ധ വികാരം എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. നമുക്ക് ആ വിള്ളലുകളിലേക്ക് ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. ഈ പട്ടിക ഒന്ന് ശ്രദ്ധിക്കൂ. ഒരു വശത്ത് ഭരണകക്ഷിയുടെ ശക്തി, പരിചയസമ്പന്നനായ നേതാവ്, ശക്തമായ പാർട്ടി മിഷനറി, ക്ഷേമ പദ്ധതികൾ. ശരിയാണ്. പക്ഷേ മറുവശത്തോ? കർഷകരെ അവഗണിക്കുന്നു എന്നൊരു തോന്നൽ, ദേശീയപാത തകർന്നതുപോലുള്ള വലിയ അടിസ്ഥാന സൗകര്യങ്ങളിലെ വീഴ്ചകൾ, പിന്നെ പ്രാദേശിക തലത്തിൽ ജനങ്ങളുടെ പരാതികൾക്ക് പരിഹാരം കാണുന്നതിലുള്ള കാലതാമസം. ഇവയൊന്നും ചെറിയ കാര്യങ്ങളല്ല. ഇവയെല്ലാം പ്രതിപക്ഷത്തിന് മുതലെടുക്കാൻ കഴിയുന്ന അവസരങ്ങളാണ്. സംസാരം കൂടുതലാണ്, പക്ഷേ പ്രവൃത്തി കാണുന്നില്ല. ഇത് നമ്മൾ പറയുന്നതല്ല, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് പറയുന്നതുമല്ല. ഇത് അവിടുത്തെ ചില സാധാരണക്കാർക്കിടയിൽ നിന്ന് വരുന്നൊരു വികാരമാണ്.
ഭരണവിരുദ്ധ വികാരമെന്നത് എതിരാളികളുണ്ടാക്കുന്നതല്ല. അത് ജനങ്ങളുടെ അനുഭവങ്ങളിൽ നിന്ന് തനിയെ രൂപപ്പെടുന്നതാണ്. ഈ ഹീറ്റ് മാപ്പ് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഈ അസംതൃപ്തി എവിടെയൊക്കെയുണ്ടെന്ന്. ഇത് വെറും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. നോക്കൂ, ആലത്തൂർ ടൗണിൽ കുടിവെള്ള പ്രശ്നം, മാലിന്യം. എരുമയൂരിലാണെങ്കിൽ റോഡുകൾ തകർന്നു കിടക്കുന്നു. വണ്ടാഴിയിൽ പാലങ്ങൾ അപകടാവസ്ഥയിലാണ്. ഇവയൊന്നും വെറും അസൗകര്യങ്ങൾ മാത്രമല്ല, ഭരണസംവിധാനത്തിന്റെ പരാജയങ്ങളാണ്. ഈ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നത് തെരഞ്ഞെടുപ്പ് വാഗ്ദാനമല്ല, ഒരു ഭരണകൂടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. ഇതുവരെ നമ്മൾ പ്രശ്നങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത്. ഇനി നമുക്ക് പരിഹാരങ്ങളിലേക്ക് കടക്കാം. ഒരു വ്യക്തമായ ബ്ലൂപ്രിന്റ് ഉണ്ടെങ്കിൽ, ഒരു തന്ത്രപരമായ സമീപനമുണ്ടെങ്കിൽ ഈ സാഹചര്യത്തെ എങ്ങനെ മാറ്റിയെടുക്കാൻ കഴിയും? നമ്മളിതിനെ ചതുർമുഖ സിദ്ധാന്തം എന്നാണ് വിളിക്കുന്നത്. പേരുകേട്ട് പേടിക്കേണ്ട, വളരെ ലളിതമാണ്. വോട്ടർമാരുടെ പ്രധാനപ്പെട്ട ആശങ്കകളെ അഭിസംബോധന ചെയ്യാനും അവരുടെ വിശ്വാസം നേടിയെടുക്കാനും സഹായിക്കുന്ന 4 മുഖങ്ങളുള്ളൊരു സ്ട്രാറ്റജിയാണിത്. ആക്രമണം, സ്ഥിരത, നൂതനാശയം, പിന്നെ സംരക്ഷണം. ഇവയാണ് ആ 4 ഘടകങ്ങൾ. ഈ തന്ത്രത്തിന് 4 തൂണുകളുണ്ട്. ഒന്നാമത്തേത് ശിവൻ, അതായത് ആക്രമണം. വെറുതെ ആരോപണങ്ങൾ ഉന്നയിക്കുകയല്ല, മറിച്ച് നിലവിലെ ഭരണത്തിന്റെ പരാജയങ്ങളെ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ശക്തമായി തുറന്നുകാട്ടുക. രണ്ടാമത്തേത് വിഷ്ണു, അഥവാ സ്ഥിരത. ബദലായി വരുന്നത് സുസ്ഥിരവും ഉത്തരവാദിത്തമുള്ളതുമായ ഒരു സർക്കാരായിരിക്കുമെന്ന ഉറപ്പ് ജനങ്ങൾക്ക് നൽകുക. മൂന്നാമത്തേത് ബ്രഹ്മാവ്, അതായത് നൂതനാശയം. തൊഴിലവസരങ്ങൾക്കും വികസനത്തിലുമുള്ള പുതിയ കാഴ്ചപ്പാടുകൾ മുന്നോട്ടുവയ്ക്കുക. നാലാമത്തേത് ദുർഗ, അഥവാ സംരക്ഷണം. കർഷകർ, സ്ത്രീകൾ, ആദിവാസികൾ, ഇങ്ങനെ സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങൾക്കൊരു സംരക്ഷണ കവചമായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുക. ഈ 4 തൂണുകളും ഒരുമിച്ച് വരുമ്പോൾ അത് മാറ്റത്തിനായുള്ള വളരെ ശക്തമായൊരു സന്ദേശമായി മാറും. പക്ഷെ ഒരു നല്ല സ്ട്രാറ്റജി കടലാസിലിരുന്നാൽ മാത്രം പോരല്ലോ, അത് പ്രവൃത്തിയിലേക്ക് വരണം. ഈ രൂപരേഖയെ താഴെത്തട്ടിൽ എങ്ങനെയൊരു യാഥാർത്ഥ്യമാക്കി മാറ്റാമെന്ന് നോക്കാം. ആദ്യത്തെ 30 ദിവസം വളരെ നിർണായകമാണ്. ചെയ്യേണ്ട കാര്യങ്ങൾ വ്യക്തമാണ്. സ്റ്റെപ്പ് 1, ഓരോ പ്രദേശത്തും ജനങ്ങളുടെ പരാതികൾ കേൾക്കാനും അത് രേഖപ്പെടുത്താനും പരിഹരിക്കാൻ ശ്രമിക്കാനും ഒരു സംവിധാനമുണ്ടാക്കുക. സ്റ്റെപ്പ് 2, ഓരോ പഞ്ചായത്തിനും വേണ്ടി പ്രത്യേകമായി തയ്യാറാക്കിയ അവിടുത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുന്ന ഒരു മാനിഫെസ്റ്റോ പുറത്തിറക്കുക. സ്റ്റെപ്പ് 3, ഓരോ വീട്ടിലുമെത്തി വോട്ടർമാരെ നേരിൽ കണ്ട് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുക. സ്റ്റെപ്പ് 4, വോട്ട് ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തി അവരെ ബൂത്തിലെത്തിക്കാൻ പ്രേരിപ്പിക്കുക. ഇത് വെറുമൊരു പ്രചാരണമല്ല, ജനങ്ങളുമായി ഒരു ബന്ധം സ്ഥാപിക്കലാണ്. ഈ പ്രവർത്തനങ്ങൾക്ക് ഒരു ഊർജ്ജം കൊടുക്കാൻ 3 കാര്യങ്ങളിൽ പ്രത്യേകം ഫോക്കസ് ചെയ്യണം: റോഡുകൾ, വെള്ളം, പിന്നെ ഉപജീവനമാർഗം. കാരണം ഇവ ജനങ്ങളുടെ ജീവിതത്തെ നേരിട്ട് സ്പർശിക്കുന്ന വിഷയങ്ങളാണ്. ഇതിൽ വരുന്ന മാറ്റങ്ങൾ അവർക്ക് നേരിട്ട് കാണാൻ കഴിയും. ജനങ്ങളുമായി സംസാരിക്കുമ്പോൾ അവരുടെ വിശ്വാസം നേടിയെടുക്കുക എന്നത് വളരെ പ്രധാനമാണ്. ഇന്ത്യയുടെ പുതിയ ഡാറ്റാ സംരക്ഷണ നിയമപ്രകാരം ഒരാളുടെ വ്യക്തിപരമായ വിവരങ്ങൾ അവരുടെ അനുവാദത്തോടെ മാത്രം ശേഖരിക്കുന്നതും അത് ഉത്തരവാദിത്തത്തോടെ ഉപയോഗിക്കുന്നതും ആ വിശ്വാസം ഊട്ടിയുറപ്പിക്കും. ഇത് വെറുമൊരു നിയമം മാത്രമല്ല, ഓരോ വ്യക്തിയോടുമുള്ള ബഹുമാനമാണ്. അപ്പോ നമ്മൾ ഈ വിശകലനത്തിന്റെ അവസാനത്തേക്ക് വരികയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഡാറ്റയുടെ പിൻബലമുള്ള ഒരു തന്ത്രത്തിന് 34,000-ലധികം വോട്ടുകളുടെ ഈ വലിയൊരു ഭൂരിപക്ഷം മറികടക്കാൻ സാധിക്കുമോ? ഇതിന്റെ ഉത്തരം ജനങ്ങളെ കേന്ദ്രീകരിച്ച് ഭരണം നടത്തുന്ന ഒരു രാഷ്ട്രീയത്തിന്റെ ശക്തിയെക്കുറിച്ചുള്ള ഒരു വലിയ ഓർമ്മപ്പെടുത്തലാണ്. നിങ്ങൾ അത്തരത്തിൽ ജനങ്ങളെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു നേതാവാകാനും നിങ്ങളുടെ മണ്ഡലത്തെ ഉയർത്താനും ആഗ്രഹിക്കുന്നുവെങ്കിൽ ബ്ലൂപ്രിന്റ് സ്ട്രാറ്റജീസ് AI-യുമായി mgr@blueprintstrategies.ai എന്ന ഇമെയിലിലോ 0804204162 എന്ന നമ്പറിലോ ബന്ധപ്പെടുക. രാഷ്ട്രീയത്തിനപ്പുറം ഒരു ലക്ഷ്യം.